ഒരിക്കലും കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്, മറിച്ച് നമ്മൾ അവരെ നിർബന്ധപൂർവം ഈ ഭൂമിയിലേക്ക് എത്തിക്കുന്നതാണ്. ആ ഭൂമിയിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പം എന്തുകൊണ്ട് ആ കുഞ്ഞിന് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല? നമ്മുടെ ആചാര്യന്മാര് പറയുന്നു, അമ്മയാണ് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ ഗുരു എന്ന് നമ്മുടെ ആചാര്യന്മാര് പറയുന്നു. എന്താ അമ്മയാണ് ആദ്യത്തെ ഗുരു എന്ന് പറയാൻ കാരണം? ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പുരുഷന്മാർക്കില്ലാത്ത പ്രത്യേകത, ഈ നന്മയ്ക്കോ തിന്മയ്ക്കോ ആയിട്ടുള്ള വലിയൊരു ശക്തി പുഞ്ചത്തെ ഈ ഭൂമിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന മഹത്തായ കർത്തവ്യം ചെയ്യുന്ന വ്യക്തിയാണ് സ്ത്രീ. അത് ലോകത്ത് എവിടെയാണെങ്കിലും ആലോചിച്ചു നോക്കൂ. ഒരു പുതിയ ജീവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ജോലിയാണ് അമ്മ ചെയ്യുന്നത്. ആ ജീവൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഒന്നുകിൽ ഈ ഭൂമിയുടെ അന്തകനാകും, അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ രക്ഷകനാകും. രണ്ടിലൊന്ന് സംഭവിക്കാൻ ഇടയുള്ള ആ ഒരു ശക്തി വിശേഷം, അതായത് ഭൂമിയെ നശിപ്പിക്കാനും ഭൂമിയെ രക്ഷിക്കാനും കഴിവുള്ള ഒരു ശക്തി വിശേഷമാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ജീവനും. അത്തരത്തിലുള്ള ഒരു ശക്തി പുഞ്ചത്തെ പ്രസവിക്കുക എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള കർത്തവ്യം ചെയ്യുന്ന സ്ത്രീ എക്കാലത്തും ഭാരതീയ സംസ്കാരത്തിൽ പൂജനീയാണ് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു. അത്രയധികം ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഒരമ്മ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീ എക്കാലത്തും പൂജിക്കപ്പെടേണ്ടവളാണെന്ന് ഹൈന്ദവ സംസ്കാരം പറഞ്ഞത്. എന്നിട്ടോ ഈ കുട്ടി ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവന് മതമില്ല, അവന് മതബോധമില്ല, അവന് യാതൊന്നും അറിയില്ല. അവൻ ഇങ്ങനെ നിഷ്കളങ്കനായിട്ട് അവനെ എന്തായിട്ട് വേണമെങ്കിലും നമുക്ക് വാർത്തെടുക്കാം. അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം, പ്രസവമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പം, നമ്മള് സ്ത്രീകള് അവശരായിട്ട് അങ്ങനെ കിടക്കുമ്പം ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഭർത്താവ് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അച്ഛൻ അടുത്തേക്ക് വരുമ്പോൾ ഓരോ അമ്മയും ഈ കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനെ നോക്കിയിട്ട് പറയും, മോനെ ദേ അച്ഛൻ. ഈ കിടക്കുന്ന കുഞ്ഞിന് ഇത് അച്ഛനാണോ മനുഷ്യനാണോ ഏതെങ്കിലും മൃഗമാണോ എന്താ സംഭവം എന്ന് കുഞ്ഞിന് അറിയില്ല. പക്ഷെ അമ്മ പറയും, ദേ അച്ഛൻ, അച്ഛാന്ന് വിളിക്ക് എന്ന് അമ്മ പറയും. കുഞ്ഞ് പറയില്ല, ഞാൻ പോയി DNA ടെസ്റ്റ് നടത്തിയിട്ട് വന്നിട്ട് തീരുമാനിക്കാം ഇത് അച്ഛനാണോ എന്നെന്ന് ഒരിക്കലും കുഞ്ഞ് പറയില്ല. മറിച്ച് അമ്മയെ കുഞ്ഞിന് വിശ്വാസമാണ്. അമ്മ പറയുന്നത് എന്തും കുഞ്ഞിന് വിശ്വാസമാണ്. ലോകത്ത് കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ അമ്മയാണ്. അതുകൊണ്ട് അതാണ് അമ്മ 2 അടി കൊടുക്കുമ്പോഴും അമ്മേന്ന് വിളിച്ച് കുഞ്ഞുങ്ങൾ കരയുന്നത്. പിന്നീട് അച്ഛനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അമ്മ അങ്ങനെ കുഞ്ഞിന്റെ ആദ്യത്തെ ഗുരുവാകും. പിന്നീടോ അമ്മ പ്രപഞ്ചത്തെ പരിചയപ്പെടുത്തും. എങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്? പ്രപഞ്ചത്തെ കാക്കയെയും പട്ടിയെയും പൂച്ചയെയും ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് കളറുകൾ പരിചയപ്പെടുത്തും, പൂക്കൾ പരിചയപ്പെടുത്തും, അമ്പിളിമാമനെ പരിചയപ്പെടുത്തും. അങ്ങനെ കുറേശ്ശെ ചോറുകളൊക്കെ വാരിക്കൊടുത്ത് അവന്റെ വളർച്ചയില് അവൻ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാന്ന് അമ്മ തീരുമാനിക്കും. അവൻ പറയത്തില്ല എനിക്ക് ചിക്കനും മട്ടൻ കറിയും മതിയെന്ന് അവൻ പറയില്ല. മറിച്ച് അവന്റെ ശരീരത്തിന് പോഷക സംബന്ധമായിട്ടുള്ള ഏത് ഭക്ഷണമാണോ വേണ്ടതെന്ന് അവന്റെ അമ്മ നിശ്ചയിക്കും. അങ്ങനെ തന്റെ കുഞ്ഞിന് ആരോഗ്യപരമായിട്ട് വളരുവാനുള്ള ആ കാര്യങ്ങൾ അവന്റെ അമ്മ രൂപപ്പെടുത്തിയെടുത്തു കൊടുക്കും. തന്റെ കുഞ്ഞിന് ഏത് വസ്ത്രമാണ് ചേരുന്നത് എന്ന് അമ്മ നിശ്ചയിക്കും. അവന്റെ ഇഷ്ടമല്ല, മറിച്ച് അമ്മ നിശ്ചയിക്കും. അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മ എപ്പോഴാണോ അവന്റെ കയ്യിൽ നിന്നും ആ പിടിവിടുന്നത്, അന്ന് ആ കുടുംബത്തിന്റെ അധപ്പതനം ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് ഇങ്ങനെ അമ്മമാര് രക്ഷകർത്താക്കൾ പിടിവിട്ട കുഞ്ഞുങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെ പാറിപ്പറന്ന് നടന്ന് സംസ്കാര ബോധമില്ലാത്ത, വിദ്യാഭ്യാസം മാത്രമുള്ള, വിവരമില്ലാത്ത ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കലാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പണി. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ശ്രീലം അശ്ലീലം എന്ന് പറയുന്ന 2 വാക്കുകൾ അറിയില്ല. സഭ്യം അസഭ്യം എന്ന് പറയുന്ന വാക്കുകൾ അവരുടെ നിഘണ്ടുവിലില്ല. ഏറ്റവും കൂടുതൽ തെറി പറയുന്നവരാണ് അവരുടെ ഏറ്റവും വലിയ ആരാധകര്. ഇന്നത്തെ പെൺകുട്ടികൾ പ്രേമിക്കുന്നതും പ്രേമിക്കാൻ ഇഷ്ടപ്പെടുന്നതും ആയുസിലും കുളിക്കാത്ത, തലമുടി വളർത്തി ഒരിക്കലും നനയ്ക്കാത്ത ഡ്രസ്സുമായി നടക്കുന്ന ഈ പറയുന്ന ഫ്രീക്കന്മാരെയാ. അങ്ങനെയുള്ള തെറി പറഞ്ഞ് നടക്കുന്ന, യാതൊരു തരത്തിലുള്ള ചിട്ടവട്ടങ്ങളില്ലാത്ത ആളുകളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ആ തരത്തിലേക്ക് മാനസികമായി പോലും അധപ്പതിച്ചു പോയ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയും, കുട്ടികളെ പട്ടം പോലെ പറത്തിവിടണം, അവരുടെ ചിന്തകൾക്ക് ചിറക് വെച്ചു കൊടുക്കണം, ചിറക് മുളയ്ക്കണം, അവരങ്ങനെ ആകാശത്തേക്ക് പാറി നടക്കട്ടെ, അവർക്കുള്ളതാണ് ഈ പ്രപഞ്ചമെന്ന് നമ്മുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറയും.
ഞാനും പറയും വേണം. കുഞ്ഞുങ്ങളെ പറത്തി വിടണം, അവർ ഈ ലോകം കീഴടക്കട്ടെ. പക്ഷെ ആ പട്ടത്തെ പറത്തി വിടുമ്പം ആ പട്ടത്തിന്റെ ചെവിട്ടിലൊരു നൂല് കാണും. ആ നൂലിൽ രക്ഷകർത്താക്കൾ ഒന്ന് പിടിച്ചില്ല എങ്കിൽ ആ പട്ടം അങ്ങനെ പറന്ന് പറന്ന് നിയന്ത്രണമില്ലാതെ പോയി ഏതെങ്കിലുമൊക്കെ വലിയ മരത്തിന്റെ കൊമ്പിലോ വലിയ ബഹുനില കെട്ടിടങ്ങളിലോ ഒക്കെ ചെന്ന് കുരുങ്ങി ആ പട്ടം തകർന്ന് തരിപ്പണമായി പോകും. ആ പട്ടത്തിന് വഴി തെറ്റുന്നു എന്ന് കാണുമ്പം അതിന്റെ ആ ചരടിൽ അമ്മയോ അച്ഛനോ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പട്ടത്തെ ഒന്ന് പിടിച്ചു വലിച്ച് നേർവഴിക്ക് നിടാനായിട്ട് അമ്മയ്ക്കും അച്ഛനും സാധിക്കുമെന്നിരിക്കെ ആ പട്ടത്തെ അങ്ങനെ പറത്തിവിട്ട് നാടിനെ നശിപ്പിക്കുന്ന, മറ്റുള്ള അമ്മമാർക്ക് ദ്രോഹമുണ്ടാക്കുന്ന മക്കളായിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്ന ശിവകുടുംബത്തിന്റെ കാര്യം മുതൽ ഞാൻ തുടങ്ങാണ്. പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള ആളുകളാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഭാര്യയും ഭർത്താവും രണ്ട് കുടുംബത്തിൽ നിന്നും വരുന്നവര് ഒരിക്കലും ഒന്നിച്ചു ചേർന്ന് പോകാൻ സാധിക്കാത്ത സ്വഭാവ വിശേഷമുള്ള ആളുകള് ഒന്നിച്ചിണങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു ശിവകുടുംബ സങ്കല്പം. കാരണം അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. സ്നേഹമുണ്ടോ? അവിടെ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കുടുംബങ്ങളും പരസ്പര സ്നേഹം, ഞാനും നീയും ഒന്നാണ്, ഇവരെല്ലാം നമ്മുടേതാണെന്നുള്ള സ്നേഹമുണ്ടെങ്കിൽ കുടുംബം താറുമാറായിട്ട് പോകില്ല.